ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുക? ഈ ക്വസ്റ്റ്യൻ നമുക്കറിയാം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പോസിറ്റീവാണ്. സോ നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റും. അന്നേരം ഇൻക്വാളിറ്റിക്ക് ഒരു ക്വസ്റ്റൻ ഉണ്ടാവില്ല. അപ്പോൾ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താ കേട്ടോ, നല്ല പെട്ടെന്ന് ചെയ്യാണ്. 2x - 1 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4x സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. ഞാൻ നോർമലായിട്ട് ചെയ്യാനുള്ളൂ, പ്രത്യേകിച്ച് ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇത് കട്ടായിപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നോർമൽ ഉത്തരമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ആദ്യം സോൾവ് ചെയ്യാൻ ഇതിലെത്ര എക്സ് കണ്ടെത്താൻ. അപ്പോൾ ഇവിടെ സെയിം ആയിട്ട് കാണുക, ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സാധനങ്ങൾ ടി എന്ന് വിളിക്കുക, ഇതിനെയും ടി എന്ന് വിളിക്കാം. ഓക്കെ, ദാറ്റ് മീൻസ് 1/5 - 4t പ്ലസ് 4/1 + t is equal to 3. ഓക്കെ, 1 + t പ്ലസ് 20 - 16t whole divided by 5 - 4t into 1 + t is equal to 3. ഇതൊരു ക്വാഡ്രാറ്റിക് ആണ് ടിയുടെ വാല്യൂസ്. അപ്പം ടിയുടെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെ ഇരിക്കും? ജസ്റ്റ് ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും ടിയുടെ വാല്യൂസ് ഐദർ 1/2 അല്ലെങ്കിൽ 1. നമ്മളോട് എന്താ പറയുന്നത്? പക്ഷേ ടി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആയിരുന്നു log x to the base 4 ആണ്. അങ്ങനെ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് 2ഉം 4ഉം കിട്ടും. ഓക്കെ, അത് രണ്ടിൻ്റെയും സമ്മാണ് എ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, ഇനി അടുത്ത ബി എന്ന് പറയുന്ന സാധനം. ബി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യും? ബി ഡിനോട്ട്സ് ദി വാല്യൂ ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് m and n. നമുക്കൊരു കാര്യം 2m ദാറ്റ് ഈസ് 3 അവിടെ ഗിവൺ ആണ്. 3n is equal to 4. ഓക്കെ, അപ്പോൾ എമ്മും എന്നും ചെയ്യാൻ പറയാം. അപ്പം ഇവിടെ നമുക്ക് ജോൺ നേപ്പിയറിൻ്റെ ആ ഒരു പരിപാടി എന്തായിരുന്നു? 2m ദാറ്റ് മീൻസ് ഈ പവർ ആയിട്ടുള്ള m അതെന്ന് പറഞ്ഞാൽ log 3 to the base 2. കറക്റ്റ് അല്ലേ? 2m = 3 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതേപോലെ പവർ ആയിട്ടുള്ളതിനെ n വിളിക്കാം, എന്നിട്ടോ log ഇത് കറക്റ്റ്. എന്നിട്ട് m n ചെയ്യുന്ന സമയത്ത് log 3 into 2 log 2 base 3. ഓക്കെ, ഈ 2 നമുക്കൊന്ന് മാറ്റിയിരുത്താം. പക്ഷേ ഇത് രണ്ടും 3 കറക്റ്റ് കട്ടായി വരും. log 2 to the base 2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 തന്നെയാണ്. സോ ബാക്കിയുള്ളത് 2 ആണ്. സോ m n എന്ന് പറയുന്നതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 2 ആണ്. ഓക്കെ, അപ്പം a + b ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 6 + 2 ദാറ്റ് ഈസ് 8 വരും. ഓക്കെ, ദാറ്റ്സ് ഡൺ. പിന്നെ എന്താണുള്ളത്? പിന്നെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അല്ലേ? ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണമെങ്കിൽ അടുത്ത പേജ് നോക്കാം. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. അപ്പോൾ ഇവിടെയും നമുക്ക് ബേസ് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ബേസ് സെയിം ആണെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പം ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ബേസ് ചേഞ്ചിങ് ഫോം ഇട്ടില്ല, കാരണം 3x എന്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? log 3യുടെ പവറുകൾ, കാരണം കുറേ ഇടയ്ക്കിടയ്ക്ക് 3 കാണുന്നുണ്ട്. 3/x ഹോൾ ഡിവൈഡഡ് ബൈ log 3 കൊടുക്കാം 3x. ഇതിനൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇത് a/b, അപ്പം a - b. സോ log 3 to the base 3 that is 1 - log x to the base 3 whole divided by again 1 plus log x to the base 3 പ്ലസ് നമ്മുടെ എക്സ് ടു ബേസ് 3. അപ്പം ഈ എക്സ് ടു ബേസ് 3 ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, അതിന് ടി എന്ന് വിളിക്കാം. സോ പ്ലസ് ടി സ്ക്വയർ. സോ നമുക്ക് എന്താ കിട്ടുക? 1 - t ഡിവൈഡ് ബൈ 1 + t പ്ലസ് ടി സ്ക്വയർ ഈക്വൽസ് 1. അപ്പോൾ എന്താ കിട്ടുക? 1 - t പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി ക്യൂബ് ഇസ് ഈക്വൽ ടു 1 + t. കട്ടാവേണ്ടത് എന്തൊക്കെയുണ്ടെങ്കിൽ കട്ടായിക്കോളി. 1 കട്ടായി. പിന്നെ ഉള്ളത് ടി ക്യൂബ് പ്ലസ് ടി സ്ക്വയർ മൈനസ് 2t ഇസ് ഈക്വൽ ടു 0 കിട്ടും. ഇവിടെ നിന്ന് ടി കോമൺ എടുക്കാം. അന്നേരം ടി സ്ക്വയർ പ്ലസ് ടി - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം ഇവിടെ നിന്ന് ഐദർ t 0 ആവാം, അല്ലെങ്കിൽ എന്താ 0 ആവാൻ പറ്റാം? ഈ പറഞ്ഞ ആൾ 0 ആവാം. ഇയാളൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ t + 2ഉം t - 1ഉം ആയിരിക്കും. ഓക്കെ, സോ ഐദർ t 0 അല്ലെങ്കിൽ t - 2 ആവാം, t 1 ആവാം. ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ എന്തായിരുന്നു ടി എന്ന് വിളിച്ചത്? log x to the base 3 ടി എന്ന് വിളിച്ചത്. ദാറ്റ് മീൻസ് log x to the base 3 ഐദർ 0 ആവാം, ദാറ്റ് മീൻസ് എക്സിന് ഒന്നെങ്കിൽ 1 ആവാം. പിന്നെ അത് -2 ദാറ്റ് മീൻസ് എക്സിന് ഐദർ 1/9 ആവാം. പിന്നെ ഇത് 1 ആണെങ്കിൽ എക്സിന് ഐദർ 3 ആവാം. പിന്നെ ഉള്ളത് ക്വസ്റ്റ്യനിൽ എന്താണ്? സി ഡിനോട്ട്സ് ദി സം ഓഫ് ദി ഇൻ്റഗ്രൽ റൂട്ട്സ് ഓഫ് ദി. അപ്പോൾ ഇൻ്റഗ്രൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണുള്ളത്? 2 പേരുള്ളൂ, ഇവനും. അപ്പം ടോട്ടൽ ഇവരെ ആഡ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയി. ഡൺ.
ഒന്നാമത്തേന്ന് വെച്ചാൽ ഇയാളുടെ വാല്യൂ sin 9π/4. അപ്പം 9π/4 ഇൻറ്റു 180/π ചെയ്ത് കഴിഞ്ഞാൽ പൈ ക്യാൻസൽ, ഇത് 90. സോ 90 കിട്ടും 810. അല്ലെങ്കിൽ എനിക്ക് വേറൊരു രീതിയിൽ എഴുതാം. എന്താണ് പൈയുടെ ആ ഒരു ടേംസിലായിട്ട് വരുന്ന പോലെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 9π 8π + π/4 എന്ന് എഴുതാം. അപ്പം നമുക്ക് കിട്ടും 2π + π/4 കിട്ടും. റൈറ്റ്? കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. എന്നിട്ടോ നമുക്കൊരു കാര്യം അറിയാം, 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ കഴിഞ്ഞു പ്ലസ് π/4. അപ്പോൾ ഇത് പോസിറ്റീവ് എന്നുള്ള കാര്യം, സൈൻ്റെ വാല്യൂ പോസിറ്റീവ്. അപ്പോൾ π/4 ആണ്. സൈൻ്റെ വാല്യൂ π/4 എത്ര? 1/√2. അപ്പോൾ sin 2π + π/4 = sin π/4. അപ്പോൾ 1/√2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1/√2 എന്ന കാര്യം മനസ്സിലായി. ഇനി കോൺസിക്വൻ്റ്ലി ഈ സാധനത്തിൻ്റെ വാല്യൂ കൂടി കിട്ടണം. അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ എഴുതും? ഇതിന് 10 അല്ല, ഒരു 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ആവുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ 12π - π എന്നിട്ട് 9π തന്നെ 3. അപ്പോൾ നമുക്ക് 4π - π/3 കിട്ടും. 4π എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തി തിരിച്ച്. റൈറ്റ്? അവിടുന്ന് മൈനസ്. അപ്പം ഇവിടെയും പോസിറ്റീവ്, ബിക്കോസ് കോസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്. ഓക്കെ, ദാറ്റ് മീൻസ് π/3. cos π/3 മീൻസ് cos 60, ദാറ്റ് ഈസ് 1/2. അപ്പോൾ ഇയാളുടെ വാല്യൂ 1/2 എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ആദ്യം ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് ഇവിടെ 2, ഇവിടെ 1/2, അത് ദാറ്റ് മീൻസ് 2⁻⁻1 ആണ്. ആ -1 ബാക്കോട്ടേക്ക് പോയി. അപ്പം മൈനസ് log a - log b ബേസ് സെയിം ആണ്. അപ്പോൾ log a/b ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് log 2⁻³ - x ഹോൾ ഡിവൈഡഡ് ബൈ ഇയാൾ 1/√2 ആണ്. സോ അത് മുകളിലോട്ടേക്ക് √2 വരും. പിന്നെ അടിയിൽ 5 - x ഉണ്ട്. ശരി, ദാറ്റ് ഈസ് ഈക്വൽസ് ടു ഇയാളും നമുക്ക് 2⁻1 എഴുതാം. -1 ഇവിടെ വരുമ്പോൾ +1 ആവും. ദാറ്റ് മീൻസ് ഇവിടെ +1 ആവും. ആ +1 ഞാൻ ലെഫ്റ്റോട്ടേക്ക് കൊണ്ടുവരും. അപ്പം -1 വരും. എന്ന് വെച്ചാൽ -i. അപ്പം ഇത് ഡിവൈഡ് ചെയ്യണം, x+7 കൂടി ഡിവൈഡ് ചെയ്യണം. അപ്പം എന്താണ് ഇതുമായിട്ട് ഒരു എക്സ്ട്രാ x+7 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് മുകളിലോട്ടേക്ക് വരും. റൈറ്റ്? അപ്പോൾ √2 ഒന്ന് മാറ്റി എഴുതുന്നതിന് മുമ്പേ x+7 ഇവിടെ വരും. പിന്നെ ഒരു √2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയാളുടെ വാല്യൂ ഇത്ര ഞാൻ പറഞ്ഞു 1/2 ആണ്. 2⁻1/2. 2⁻1/2 എന്നാൽ √2. സോ √2 ഇൻറ്റു ദാറ്റ് തിങ്. ഇത് ഇതൊക്കെ പോയി ഇവിടെ എന്തായി √2 ആയി വന്ന്. റൈറ്റ്? √2⁻1/2 ദാറ്റ് ഈസ് 2⁻1/2 ദാറ്റ് ഈസ് √2. √2 ക്യാൻസലായി. ഇനി ബാക്കിയുള്ളത് എന്താ? ഇത് സോൾവ് ചെയ്യാനല്ലേ ഉള്ളൂ. ഇതിൽ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്ന് കണ്ടെത്താൻ വളരെ സിമ്പിൾ. ഈ ക്വസ്റ്റ്യൻ കാണുന്ന പോലെ ഇത്ര ടഫൊന്നും അല്ല. ഇവിടെ ഫോർത്ത് റൂട്ട്, ദാറ്റ് മീൻസ് 1/4 അപ്പോൾ ബാക്കോട്ടേക്ക് പോയി. ഓക്കെ, log ab എന്ന് പറഞ്ഞാൽ log a + log b. റൈറ്റ്? സോ log a പ്ലസ് അന്നേരം log a/a എന്ന് പറഞ്ഞാൽ 1. സോ 1 + log b/a. ഇവിടുന്ന് 1 എങ്ങനെ ചെയ്യാം? അങ്ങനെ ചേർത്ത് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെയും സബ്സിക്വൻ്റ്ലി log b - log a എന്ന സാധനം വരും. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ 1/4 ഇവിടുന്ന് കോമൺ എടുക്കാം. ഇവിടുന്ന് 1/4 മീൻസ് ഇവിടുന്ന് ടോട്ടൽ 1/4 എടുക്കുമ്പോൾ മീൻസ് റൂട്ട്. അപ്പോൾ 1/2 എല്ലായിടത്തും കോമൺ വരും. പിന്നെ 1 + log b ഈ പറഞ്ഞ സാധനം ഇവിടെ നമുക്ക് സെയിം സാധനങ്ങൾ കാണാൻ സാധിക്കും. log a⁻b t ആയിട്ട് വരും. ഇവിടെ ആകെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോപ്പർട്ടീസ് അപ്ലൈ 1/4 ബാക്കോട്ടേക്ക്. പിന്നെ log ab എന്ന് പറഞ്ഞാൽ log a + log b എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അതേപോലെ log b/a എന്ന് പറഞ്ഞാൽ log b - log a എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് t ആയിട്ട് എടുത്തു. ഇനി t എന്തായിട്ട് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ t t² + 2t + 1 എന്നൊക്കെ ആയി t². ലാസ്റ്റ് t ഇവിടെ √t വന്നു. ആ √t ഇവിടെ √t കട്ടായി. ലാസ്റ്റ് t + 1 - t - 1 എന്ന രീതിയിലായി. പിന്നെന്താണ് t എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആരെയും കൊടുത്തത് log b⁻a എന്നായിരുന്നു. അപ്പം log b⁻a ആക്ച്വലി നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം എന്താ 2യുടെ പവറിൻ്റെ മുകളിലുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് ലാസ്റ്റ് പവറിൻ്റെ മുകളിൽ കിട്ടിയ സാധനം. ഇനി ഓരോ കണ്ടീഷൻസും എന്താ a 1ൻ്റെയും ഇടയിൽ, a bയും 1ൻ്റെ ഇടയിലാണെങ്കിൽ, 1നെക്കാളും വലുതാണെങ്കിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നാമത് നമുക്ക് ഉള്ള ടേം എന്ന് പറഞ്ഞാൽ log b⁻a. ദാറ്റ് മീൻസ് ബേസ് a ആണ്. അപ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷനാണ്. ഒന്നാമത്തെ കാര്യം ഇവർ a 1നെക്കാളും വലുതാണെന്ന കാര്യം ഇവിടെ കൊടുത്തിന് ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ ഞാൻ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ log to⁻a ചെയ്യാൻ പോകണം. log to⁻a ദാറ്റ് മീൻസ് 1ൻ്റെ 0 ആണ്. log എന്ത് കൊടുത്തു കഴിഞ്ഞാലും. ഇനി log a⁻a ദാറ്റ് ഈസ് 1 ആവും. പിന്നെ log b⁻a കണ്ടോ, നമ്മൾ ഈ ഒരു ടേം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബേസ് ആയിട്ട് നോക്കി log b⁻a ദാറ്റ് ഈസ് 1നെക്കാളും വലുതാണ്. 1നെക്കാളും വലുതാവുമല്ലോ. അപ്പോൾ 1നെക്കാളും വലുതാണെങ്കിൽ ഇയാൾ മോഡിനുള്ളത്തെ ആൾ പോസിറ്റീവാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ പൊട്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഇയാളും പൊട്ടി വരും. അങ്ങനെ മൈനസ് ഇത് ക്യാൻസലായി. പിന്നെ ഉള്ളത് ബാക്കി ഒരു 1 മാത്രമേ ഉള്ളൂ. 2 മാത്രമേ, 2/2 1. അപ്പോൾ പവർ എന്താ 2 ആണ്. കറക്റ്റാണ്, 2 ആണ് വരുന്നത്. 2⁻1 ഈ കംപ്ലീറ്റ് സാധനം 1 ആവും. അപ്പോൾ കറക്റ്റ് ഈ ഒരു ഏരിയയിലാണ് ഇതാണെങ്കിൽ. പിന്നെ അതേപോലെ ബിയുടെയും എന്താണ് 1 b a
നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നമുക്ക് ഉള്ള സാധനം ഇവിടെയുള്ള ടേം എന്ന് പറഞ്ഞാൽ ലോഗ് ബി ടു ദ ബേസ് എ, അതുകൊണ്ട് കംപ്ലീറ്റ് ഇക്വേഷൻ ലോഗ് ടു ദ ബേസ് എ ചെയ്യുന്ന സമയത്ത് 0. ഇനിക്വാളിറ്റിക്കൊന്നും വ്യത്യാസം വരില്ല, കാരണം എ എന്ന് പറഞ്ഞാൽ അത് 1 വലുതാണ് ഇവിടെ ഓൾറെഡി കൊടുത്തിന്, അപ്പോൾ ഇനിക്വാളിറ്റിക്ക് വ്യത്യാസം വരില്ല. ലോഗ് ബി ടു ദ ബേസ് എ പിന്നെ എന്താണ് 1. ലോഗ് ബി ടു ദ ബേസ് എന്ന് പറഞ്ഞാൽ 0യുടെയും 1ൻ്റെ ഇടയിലാണ്, 0യുടെയും 1ൻ്റെ ഇടയിൽ. ദാറ്റ് മീൻസ് ഈ ഒരു ടേം നെഗറ്റീവ്, അപ്പോൾ ഒരു എക്സ്ട്രാ നെഗറ്റീവ് വരും, ഇയാൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താ പറയുക, ലോഗ് ബി ടു ദ ബേസ് എ പ്ലസ് 1, ഇവിടെ ഒരു എക്സ്ട്രാ നെഗറ്റീവ് അതങ്ങ് പ്ലസ് ആയി. സോ പ്ലസ് ലോഗ് ബി ടു ദ ബേസ് എ മൈനസ് ആണോ -1, അപ്പോൾ 1 പോയി, പിന്നെ നമുക്ക് മനസ്സിലാവും 2 അതും പോയി. അപ്പോൾ ലോഗ് ബി ടു ദ ബേസ് എ ആണ് വരുന്നത്. അപ്പോൾ 2 ലോഗ് ബി ടു ദ ബേസ്, കാരണം പവറുള്ള സാധനമാണ് നമ്മൾ ഇത്ര നേരം കാൽക്കുലേറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കറക്റ്റാണ്. ബാക്കി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, അത് തെറ്റായിട്ടേ വരാൻ സ്വാഭാവികമായിട്ടും. ഇനി സ്പെഷ്യൽ റെഫറൻസ് നമ്മൾ ഇന്നലെ എന്താണ് ഓരോന്ന് n 1 വലുതാണെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെയാണ് അല്ലേ, നമ്മൾ n 1 വലുതാകും മാത്രമല്ല ബേസ് 10 ആണെങ്കിൽ ഉള്ള പരിപാടികൾ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാം n എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ 0യുടെയും 1ൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ്. അപ്പോൾ 1/10 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോഗ് എടുക്കുന്നു, കംപ്ലീറ്റ് ലോഗ് ടു ബേസ് 10 എടുക്കുന്നു. അപ്പോൾ എന്താ കിട്ടുക, അപ്പോൾ ബേസ് 10 എടുത്ത് നോക്കുക, അപ്പോൾ -1 കിട്ടും. അതേപോലെ ഇവിടെ 0 കിട്ടും. അപ്പം ഇവിടെയുള്ള എന്താണ് n -1ൻ്റെയും 0ൻ്റെ ഇടയിൽ, അപ്പോൾ എനിക്ക് 10⁻⁴ ദാറ്റ് ഈസ് 1 അല്ല, ഈ പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ ലോഗ് n ടു ദ ബേസ് 10ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1ൻ്റെയും 0യുടെ ഇടയിൽ. അതെന്ന് വെച്ചാൽ -1 പ്ലസ് എന്തോ ഒരു എഫ് എന്ന് പറഞ്ഞാൽ 0യുടെയും 1ൻ്റെയും ഇടയിൽ, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അതിൻ്റെ വാല്യൂസ്. അപ്പോൾ നമ്മൾ 2-3 എക്സാമ്പിൾസ് നോക്കി. 2-3 എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റി, കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഇവിടെ നോക്കിക്കോ, ലോഗ് 10 ടു ദ ബേസ് എന്തോ ഇവിടെ n <1 ആണ്, എന്ന് 0യേക്കാളും വലുതാണ്. അങ്ങനെ ആ സമയത്ത് ഇവിടെ നോക്കി നോക്കുക, പോയിൻറ്റിന് ശേഷം എത്ര ടേംസ് ഉണ്ട്, 1 2 3, പോയിൻറ്റിന് ശേഷം 3 ടേംസ് ഉണ്ട്. ഓക്കെ, ആ 3 ടേംസിനേക്കാളും ഒരെണ്ണം കൂട്ടുക, എന്ന് വെച്ചാൽ 4 ടേംസ്. അപ്പോൾ -4 മൈനസും കൊടുക്കണം, കാരണം ലോഗ് 10 എന്തായാലും മൈനസ് വരുള്ളൂ. സോ -4 പ്ലസ് എഫ്, അപ്പം -4 ആയിരിക്കും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെത്തേണ്ട, അപ്പം നമ്മൾ ഉള്ളിലുള്ള വാല്യൂ അത് 1 അല്ല 0ൻ്റെ 1ൻ്റെ ഇടയിലാവുമ്പോൾ നമുക്ക് എങ്ങനെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെത്താൻ, നമ്മൾ n 1 വലുതാവുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെ ഒബ്സർവേഷൻ വഴിയാണ് ഈക്വേഷൻ ഉണ്ടാക്കിയത്, കുറേ ഒബ്സർവ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഡയറക്റ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. പോയിൻറ്റിന് ശേഷം എത്ര 0 ഉണ്ടോ അത് നോക്കാം, എത്ര ടേംസ് ഉണ്ടോ. സോറി, നേരത്തെ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ -4 അല്ല വരാം. പോയിൻറ്റിന് ശേഷം എത്ര 0 ഉണ്ട്, 0 zeros. അപ്പോൾ അതിനകത്തൊന്ന് ഒരെണ്ണം കുറക്കുക, അപ്പോൾ -1 അതായിരിക്കും ക്യാരക്ടറിസ്റ്റിക്. ഇവിടെ പോയിൻറ്റിന് ശേഷം എത്ര zeros ഉണ്ട്, 1 2 3 ഒരെണ്ണം കുറക്കുക, ഒരെണ്ണം കൂട്ടുക, ദാറ്റ് മീൻസ് -4. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്. ഇവിടുന്ന് 1 2 അപ്പോൾ ഒരെണ്ണം കൂട്ടുക, ദാറ്റ് ഈസ് -3, അതാണ് ക്യാരക്ടറിസ്റ്റിക്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഉണ്ടായത്, ലോഗ് എന്താ n ഇപ്പം ഒരു 72 ലോഗ് 72 ടു ദ ബേസ് 10, ഇതിൻ്റെ എത്ര ക്യാരക്ടറിസ്റ്റിക് എന്നോ അങ്ങനെ പറയാൻ. ഇതെന്ന് പറഞ്ഞാൽ പോയിൻറ്റിന് മുമ്പേ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിൽ നിന്ന് ഒരെണ്ണം കുറക്കാനാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറയും 1 + f എന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ അങ്ങനെ കുറക്കണം. പക്ഷേ ഇവിടെ ആണെങ്കിലോ ഒരെണ്ണം കൂട്ടണം, പോയിൻറ്റിന് ശേഷം എത്ര zeros ഉണ്ട് എന്നുള്ള രീതിയിലാണ് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ലോഗ് 10 ഇന്നലത്തെ കേസിൻ്റെ എക്സാമ്പിൾ അല്ലേ. ഇതാ പോയിൻറ്റിന് ശേഷം എത്ര ഡിജിറ്റ്സ് ഉണ്ട്, ഒരു ഡിജിറ്റ് ഉണ്ട്. പോയിൻറ്റ് ലെഫ്റ്റോട്ടേക്ക് ഒരു ഡിജിറ്റ് ഉണ്ട്, അപ്പോൾ ഒരെണ്ണം കുറച്ചാളെ, അപ്പോൾ 0 അതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 67 ആണെങ്കിൽ 2 ഡിജിറ്റ് ഉണ്ട്, ഒരെണ്ണം കുറക്കുക. സോ 1 + f ഇതായിരിക്കും ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അപ്പോൾ നമ്മളോട് കണ്ടെത്താൻ 2⁻⁻ (100) എത്ര സീറോസ് വാല്യൂസ് വരുന്നതിന് മുമ്പേ, ഓക്കെ, സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എത്ര സീറോസ് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഉള്ള ഡെസിമൽസിൻ്റെ എണ്ണം ഒരെണ്ണം കൂട്ടിയിട്ട് നെഗറ്റീവ് കൊടുത്താലാണ് ആക്ച്വലി എന്ത് വരാം, ഇത് വരാം, ക്യാരക്ടറിസ്റ്റിക് വരാം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇതിനെ 2⁻100 ഞാൻ x എന്ന് വിളിക്കുകയാണ്. ലോഗ് ടു ദ ബേസ് 10 ആയിരിക്കും, നമ്മുടെ സ്പെഷ്യൽ റെഫറൻസ് കംപ്ലീറ്റ് ബേസ് 10ലാണ്. അപ്പം -100 ലോഗ് ടു ദ ബേസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് x ടു ദ ബേസ് 10, റൈറ്റ്. ഇനി -100 ഇൻറ്റു ഈ പറഞ്ഞ സാധനം ചെയ്യാൻ എത്ര കിട്ടാൻ, അത് -30 പോയിൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ ലെഫ്റ്റിലുള്ള സാധനം -30.1 ദാറ്റ് ഈസ് ലോഗ് x ബേസ് 10 ഇങ്ങനെയാണ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനൊരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് പ്ലസ് -30 പ്ലസ് -0.1 ഇസ് ഈക്വൽ ടു ലോഗ് x ടു ബേസ് 10. പക്ഷേ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും 0 മാൻഡിസ് എപ്പോഴും 0 1ൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇത് പറ്റത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, -30 ഒരു മൈനസ് കൊടുക്കും, അതിന് സബ്സിക്വൻ്റ് ഒരു പ്ലസ് കൊടുക്കും, എന്നിട്ട് -0.1 അടുത്തനുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാൻ -31 പ്ലസ് ഇവിടെ നമുക്ക് 0.9 കിട്ടും. ഇപ്പം നോക്കി ഈ നമ്പറിൽ നമ്മൾ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, പക്ഷേ നമുക്ക് മാൻഡിസ കറക്റ്റ് 0യുടെ 1ൻ്റെ ഇടയിലാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയാൽ അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് എത്തി, നമുക്ക് എത്ര ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ -31 ആണ്.
അപ്പോൾ നമ്മൾ n എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒബ്വിയസ്ലി ഈ പറഞ്ഞ നമ്പർ എന്തായാലും ജസ്റ്റ് ആൻഡ് 0-നേക്കാളും 1-നേക്കാളും ഇടയിലാണ്, 0-ൻ്റെ 1-ൻ്റെ ഇടയിലാണ് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള ഡിജിറ്റ്സ് 0-ൻ്റെ പ്രൊസീഡിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ, 0-ൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുക 0.0000 അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 0-നേക്കാൾ എന്താ ശരിക്കുള്ള ഡിജിറ്റ്സ് എത്തുന്നതിന് മുമ്പുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഒരെണ്ണം കൂട്ടിയിട്ട് നെഗറ്റീവ് ആയി കഴിഞ്ഞാലാണ് 31. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒരെണ്ണം കൂട്ടിയിട്ടാണ് ഈ 31 നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഒരെണ്ണം ആക്ച്വലി ഉള്ള എത്ര ഉണ്ടായിരുന്നു -30 എന്ന് ഉണ്ടായിരുന്നത്. സോ ആക്ച്വലി 30 നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കാം. 30 ഓഫ് ഡിജിറ്റ്സ് എന്താ സീറോസ് ഉണ്ട് ദാറ്റ് സ്റ്റാർട്ട്സ് ബിഫോർ ദി സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇതേ പരിപാടി ഡെസിമൽ പോയിൻറ്റിന് ശേഷം സിഗ്നിഫിക്കൻറ്റ് എത്തുന്നതിന് മുമ്പേ എത്ര സീറോസ് ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, ഇതിനെ എക്സ് എന്ന് വിളിക്കാം, ലോഗ് എടുക്കാം, അപ്പോൾ ഈ പറഞ്ഞ സാധനം കിട്ടും, ലോഗ് ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെങ്ങനെ സോൾവ് ചെയ്യും, ഇതൊരു കാര്യം ചെയ്യാം, -100 ഇൻറ്റു ലോഗ് 2 ഓക്കെ ഇത് 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. 3 സ്ക്വയർ ബാക്കോട്ടേക്ക് വരുത്താം. ഐ മീൻ ലോഗ് എ മൈനസ് ലോഗ് ബി ദാറ്റ് ഈസ് ലോഗ് എ ബി ഡിവൈഡ് ബൈ ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ബി അല്ലേ. അപ്പോൾ ആ പരിപാടി ചെയ്യുകയാണ് ഞാൻ. അപ്പം ഇവിടെ 3 വരും, -3 ലോഗ് 2 വരും, 10 ആട്ടോ ബേസ്. അങ്ങനെ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാൻഡിസ കിട്ടും, ഒരു ക്യാരക്ടറിസ്റ്റിക് കിട്ടും. ക്യാരക്ടറിസ്റ്റിക് അല്ല, ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, മാൻഡിസേനു അനുസരിച്ച് വരുന്ന രീതിയിൽ ആ വാല്യൂവിൽ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു മാൻഡിസ എന്ന രീതിയിൽ ആക്കി മാറ്റിയിട്ട് ആ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒബ്സർവ് ചെയ്യുക. ആ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാവുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്പറിൻ്റെ ഉള്ളിലുള്ള സിഗ്നിഫിക്കൻസ് ഡിജിറ്റ്സ് എത്തുന്നതിൻ്റെ മുമ്പേ ഉള്ള നമ്പർ ഓഫ് സീറോസ് ഉണ്ടല്ലോ ഡെസിമലിന് ശേഷമുള്ള, അതിൽ നിന്ന് ഒരെണ്ണം കൂട്ടിയിട്ട് നെഗറ്റീവ് ആക്കിയതായിരിക്കും നമുക്ക് കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക് ഉണ്ടാവുക. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്കിൽ നിന്ന് ഒരെണ്ണം കുറച്ചിട്ട് അത്രയും നമ്പേഴ്സ് ഓഫ് സീറോസ് ആയിരിക്കും ആക്ച്വലി സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എത്തുന്നതിൻ്റെ മുമ്പേ ഈ പറഞ്ഞ നമ്പറിൽ ഉണ്ടാകുന്ന കാര്യം മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. ഇനി ഇതാണെങ്കിൽ 0.35 ആണെങ്കിൽ കുറച്ചുകൂടി മാത്തമെറ്റിക്കൽ അനാലിസിസ്, ഇത് ജസ്റ്റ് 35/100 ചെയ്യും, എന്നിട്ട് അതിന് ശേഷം ലോഗ് എടുക്കും. എന്നിട്ട് ഈ 35 എന്ന് പറഞ്ഞാൽ 7 × 5 ആയിരിക്കും. അപ്പം 7ൻ്റെ അവർ തന്നിട്ടുണ്ട്, പക്ഷേ 5ൻ്റെ നമുക്കറിയില്ല. അപ്പോൾ 5ൻ്റെ എങ്ങനെ എഴുതും, ഇതാ ലോഗ് 5/10 നമുക്ക് വാല്യൂ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, ദാറ്റ് ഈസ് 10/2 അല്ലേ 5. എന്നിട്ടോ 10ൻ്റെ നമുക്കറിയാം 1 മൈനസ്, പിന്നെ ലോഗ് 2/10 ലോഗ് 2/10 അതുപോലെ തന്നിട്ടുണ്ട്. അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ABCD ആർ പോസിറ്റീവ് റിയൽ നമ്പർ സച്ച് ദാറ്റ് A നോട്ട് ഈക്വൽ ടു BCD എന്താണ് അടുത്താൻ പറയുന്നത്. ഇപ്പോൾ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, ഈ പറഞ്ഞ ഇക്വേഷൻ റിയൽ ആണ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയൽ ഡിസ്റ്റിങ്ക്റ്റ് ആണൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്ക്രിമിനൻ്റ് നടത്തണം. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ B² - 4AC/2. സോ ഇവിടെ എന്താ ഡിസ്ക്രിമിനൻ്റ് 4 × AC + BD² - 4 × A² + B² × C ദാറ്റ് ഈസ് C² + D², റൈറ്റ്. ഇതൊന്ന് സ്ക്വയർ ചെയ്താളെ അല്ലേ, 4 A² C² + B² D² + 2 AC BD, റൈറ്റ്, മൈനസ് ഞാൻ 4 രണ്ടിനും കോമൺ എടുത്തോട്ടെ, ഇവിടുന്ന് 4 രണ്ടിനും കോമൺ എടുത്തു. ഓക്കെ, ഇനി ഇത് ഉള്ളോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്താ കേട്ടോ, A² C² + A² D² + B² C² + B² D². ഇവിടെ നിന്ന് ക്യാൻസൽ ആവുണ്ടോ, ഓക്കെ ഇത് ക്യാൻസലായി. A² D² ഉണ്ടോ, ഇല്ല. ഇതില്ല, B² D² ക്യാൻസലായി. അങ്ങനെ ലാസ്റ്റ് കിട്ടിയത് 2ABCD എന്ന് എഴുതാം, അത് ബെറ്റർ. അല്ലാണ്ട് 2ABCD മൈനസ് A² D² മൈനസ് B² C², റൈറ്റ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, ഒരു മൈനസ് എക്സ്റ്റേണൽ കൊണ്ടുവരും. ഓക്കെ, ഇത് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു എക്സ്റ്റേണൽ കൊണ്ടുവരുന്ന സമയത്ത് B² C² + A² D² + 2ABCD എന്നുള്ള സാധനം വരും, റൈറ്റ്. ഇപ്പോൾ നോക്കിക്കോ, ഇത് A² + B² + 2AB എന്ന രീതിയിലല്ലേ വരുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ -4 × A², ഇവിടെ മൈനസ് ആണ് ആക്ച്വലി വരാൻ, ഇവിടെ മൈനസ് ആയിരുന്നു വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താണ് AD - BC² കിട്ടും, റൈറ്റ്. ഓക്കെ,
അപ്പം ഒന്നാമത് ഇയാൾ ഒരു പോസിറ്റീവ് നമ്പറാണ് കാര്യം മനസ്സിലായി. ഇയാൾ ഒരു നെഗറ്റീവ് നമ്പർ, നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് നമ്പറാണ് വരാൻ. ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും ഇത്. ഈ പറഞ്ഞ ഇതാണ് നമ്മുടെ ഡിസ്ക്രിമിനൻ്റ്. ഓക്കെ, നമ്മുടെ ഡിസ്ക്രിമിനൻ്റ് ഇത്. ഇപ്പം നമ്മൾ ഡിസ്ക്രിമിനൻ്റ് റിയൽ ആവണമെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പം ഇത് നെഗറ്റീവാണുള്ള എല്ലാ സാധനമുണ്ട് നെഗറ്റീവാണ്. ഓക്കെ, ഇനി അഥവാ ഈ പറഞ്ഞ ഡിസ്ക്രിമിനൻ്റ് റിയൽ ആവണമെങ്കിൽ ഈ പറഞ്ഞ ടേം 0 ആയി പോകണം. എന്നാൽ 0 നെഗറ്റീവ് ദാറ്റ് 0. അപ്പോൾ അത് കുഴപ്പമില്ല, ഡിസ്ക്രിമിനൻ്റ് റിയൽ ആവാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ AD = BC എന്ന രീതിയിലേക്ക് മാറണം. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നത് A/B is not equal to C/D. That means AD that is not equal to CB. അതുകൊണ്ട് തന്നെ ADയും BCയും അത് സെയിം അല്ല എന്ന കാര്യം മനസ്സിലായി. അതുകൊണ്ട് ഇത് ഒരിക്കലും 0 ആവുന്നില്ല. ഇതെന്തോ ഒരു നമ്പറാണ്, എന്തോ പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, അങ്ങനെ എന്തോ ഒരു പോസിറ്റീവ് നമ്പർ ആയത് കാരണം ഇവിടെ സ്ക്വയറിലുകൊണ്ട് എന്തോ പോസിറ്റീവ് നമ്പർ എന്ന് ഉറപ്പാണ്. പോസിറ്റീവ് നമ്പർ നെഗറ്റീവ്, സോ ഡിസ്ക്രിമിനൻ്റ് ഈസ് ആക്ച്വലി ലെസ് ദാൻ 0. സോ ഡിസ്ക്രിമിനൻ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാഡ്രാറ്റിക് ദാറ്റ് ഈസ് ഇമാജിനറി. ഓക്കെ, ഇനി നമ്മളോട് പറയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇതിന് എന്താണ് റൂട്ട്സ് ഉണ്ട്, അത് 1 ആണെന്ന കാര്യം പറയുന്നുണ്ട്. ഓക്കെ ശരി, റൂട്ട്സ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പറഞ്ഞ ഇതിനെന്ത് ഒരു റൂട്ട്സ് ഉണ്ട്, അല്ല റിയൽ റൂട്ട്സ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ മെത്തേഡ് 1, ഇതിനൊരു റിയൽ റൂട്ട്സ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് B² - 4AC ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരി, ഇനി ഈ ഒരു ഇക്വേഷൻ്റെ ഇതിനെ പറ്റിയാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ ഇക്വേഷൻ്റെ ഇമാജിനറി ആണോ അല്ലെങ്കിൽ എന്താണ് റിയൽ റൂട്ട്സ് ഉണ്ടോ അങ്ങനെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡിസ്ക്രിമിനൻ്റ് ഒന്നുകൂടി ഇയാളുടെ ഡിസ്ക്രിമിനൻ്റ് നടത്താം. B² ദാറ്റ് ഈസ് 9B² - 4 × 4 ദാറ്റ് ഈസ് 16 to 32. സോ 32 AC. ഓക്കെ, ഇനി ഇതിനെ പറ്റി നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ B² - 4AC പറ്റി അറിയാം. അപ്പോൾ ഞാൻ എന്തിനാ ഒരു കാര്യം ചെയ്യാം, B² + 8B², ശരിക്കേ 32 AC അങ്ങനെ എഴുതാം. എന്നിട്ട് അവിടെ ഞാൻ 4 കോമൺ എടുക്കുക. എന്ന് വെച്ചാൽ B² + 4 കോമൺ എടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, 4 അല്ല 8 കോമൺ എടുക്കുക, കാരണം 8 കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം 8 കോമൺ എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് B² - 4AC എന്ന് കിട്ടും. ഇനി B² - 4AC അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമുക്ക് ഇതിൻ്റെ റൂട്ട്സ് നിന്ന് നമുക്ക് കിട്ടിയൊരു ഇൻഫോർമേഷനാണ്. അപ്പോൾ ആ ഇൻഫോർമേഷൻ ദിസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇതൊരു പോസിറ്റീവാണ്. ശരി, ഇനി ഇയാളാണെങ്കിലോ, ഇയാൾ 0 അല്ല, ABC ദാറ്റ് ഈസ് ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 0. അപ്പോൾ ഇയാൾ 0 അല്ല എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ടേം ദാറ്റ് ഈസ് 0-നേക്കാളും വലുതാണെന്ന കാര്യം മനസ്സിലായി. 0-നേക്കാളും വലുത് ഇത് ഈ ടേം D ആണെങ്കിൽ D ഈസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ സാധനത്തിന് റിയൽ റൂട്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം ഒബ്വിയസ് ആണ്. റിയൽ റൂട്ട്സ് ഉണ്ട്, ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ഉണ്ട്, കാരണം ഈക്വൽ ടു 0 വരുന്നില്ല. സോ ദാറ്റ് ഈസ് D ഗ്രേറ്റർ ദാൻ 0 എന്ന രീതി. അപ്പോൾ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഈസിയാണ്. എന്താണ് ഇവിടെ ഇതിൻ്റെ റൂട്ട്സ് 1 ആണെന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് റൂട്ട് 1 ആണെങ്കിൽ ഇവിടെ ഞാൻ എക്സിൻ്റെ വരെ 1 കൊടുത്താൽ സാറ്റിസ്ഫൈഡ് ആവണം ഈക്വേഷൻ. ദാറ്റ് മീൻസ് A + B + C ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നമ്മൾ അങ്ങോട്ട് കണ്ടെത്താണ്. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടെത്തിയ പോലെ 9 എന്തായിരുന്നു ഡിസ്ക്രിമിനൻ്റ് 9B² - 32 AC എന്നുള്ള കാര്യം. ഇവിടെ അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ കണ്ടെത്തുന്നതിന് വലിയ ഉപയോഗമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്ന് പറഞ്ഞാൽ -C - A ആണ്. സോ B² 9 - C - A ദാറ്റ് ഈസ് C + A തന്നെ എഴുതുന്നതിന് കുഴപ്പമില്ല, ബിക്കോസ് സ്ക്വയറിനുള്ളിൽ തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 32 AC എന്ന രീതി കിട്ടും. ഇവിടെ നമുക്ക് 9C² + A² + 2AC - 32 AC എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ശരി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇക്വേഷനാ 9 കൊണ്ട് എന്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കംപ്ലീറ്റ് ഇക്വേഷന് C² എന്ന് കോമൺ എടുക്കും. അപ്പോൾ ഇവിടെ A/C² വരും. അങ്ങനെ ഈ ഒരു ഇക്വേഷൻ വരും. ഈ ഇക്വേഷൻ നമുക്ക് എന്താ കോമൺ ഉള്ളത്, A/C എന്നുള്ള സാധനം കോമൺ ആയിട്ട് വന്നത്. അപ്പോൾ അതിന് നമ്മൾ T കൊടുക്കും. സോ 9T² - 14T + D. അങ്ങനെ നമുക്ക് ലാസ്റ്റ് C². എന്നിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷൻ ആക്ച്വലി എന്താണ്, ഈ ക്വാഡ്രാറ്റിക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ദാറ്റ് ഈസ് ലെസ് ദാൻ 0. പോരായിട്ട് ഇത് പോസിറ്റീവും കൂടിയാണ്. ദാറ്റ് മീൻസ് ദിസ് ഗൈ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കാര്യം മനസ്സിലായി. സോ ഇയാൾ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0, C ഓൾസോ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. സോ രണ്ടും കൂട്ടിയിട്ട് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഡിസ്ക്രിമിനൻ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ദിസ് ഇക്വേഷൻ ഹാസ് എ റിയൽ റൂട്ട് ആൻഡ് ഓൾസോ എ ഡിസ്റ്റിങ്ക്ട് റൂട്ട്. ഓക്കെ, സോ ഈ മെത്തേഡ് കുറച്ച് എടുങ്ങാറാണ്, കാരണം ഇവിടുന്ന് ഈ C കോമൺ എടുക്കണം, C² കോമൺ എടുക്കുന്ന കാര്യം നമുക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ആക്ച്വലി നല്ലതല്ല, ഇതിനേക്കാളും ബെറ്റർ ഈ മെത്തേഡാണ്. പിന്നെ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത് ആൽഫ + ബീറ്റ ദാറ്റ് ഈസ് -B/A. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ C/A. ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. സിമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമ്മൾ ആൽഫയും ബീറ്റയും ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ ആൽഫയും ബീറ്റയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻ നമുക്ക്
സിമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ ഇതാ ഏതൊക്കെ സിമെട്രിക് ഫംഗ്ഷൻ ഇവിടുന്ന് ഞാൻ ഈ ഒരു ഇക്വേഷൻ ആൽഫയും ബീറ്റയും റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ എന്ന് വരും. സോ ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു ഈ പറഞ്ഞ ഫംഗ്ഷൻ. ഇനി ഇവിടെ നമുക്ക് ആൽഫനെ റിപ്ലേസ് ചെയ്തു. ഞാൻ ആൽഫനെ ബീറ്റനെ റിപ്ലേസ് ചെയ്ത് ആദ്യം വരെ ബീറ്റ സ്ക്വയർ പിന്നെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ ഇത് തന്നെയല്ലോ നേരത്തെ എഴുതിയ സാധനം. ഓക്കെ, ഇനി എലനിലോ ഈ ഒരു ഫംഗ്ഷനിൽ ഞാൻ ബീറ്റയും ആൽഫനെ റിപ്ലേസ് ചെയ്ത് നോക്കും. എന്നിട്ട് വാല്യൂ കിട്ടുന്നത് ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂ അല്ല. സോ ദറ്റ് ഇതാണെങ്കിൽ ആൽഫ ബീറ്റനെ റിപ്ലേസ് ചെയ്ത് കുഴപ്പമില്ല. കാരണം വെച്ചാൽ കോസ് ബീറ്റ മൈനസ് ആൽഫ എന്ന് വരും. അത് കോസിനൊരു എക്സ്ട്രാ നെഗറ്റീവ് ഉണ്ട്, അത് അങ്ങോട്ട് ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇറ്റ്സ് ആക്ച്വലി ഈക്വൽ ടു കോസ് ആൽഫ മൈനസ് ബീറ്റ. സോ ഇത് സിമെട്രിക് ഫംഗ്ഷനാണ്. ഇനി ഇതിന് ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ആൻഡ് ബീറ്റ ആർ ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 8. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ഇതിൻ്റെ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതെന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ ദാറ്റ് മീൻസ് 4. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ബി ബൈ ദാറ്റ് ഈസ് മൈനസ് 8. ഈ ഇൻഫോർമേഷൻസ് അറിയാം. നമ്മൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, കാരണം ആൽഫ പ്ലസ് ബീറ്റ എനിക്കറിയാം, ഹോൾ സ്ക്വയർ അവിടെ ഒരു പ്ലസ് 2ab എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി -2 ആൽഫ ബീറ്റ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 4 സ്ക്വയർ 16 16 - 2 ഇൻറ്റു ആൽഫ ബീറ്റ അത് പ്ലസ് ആണ്. സോ 8 ദാറ്റ് മീൻസ് 32 പ്ലസ് 16 8 48 എന്നുള്ള സാധനം കിട്ടും. ഓക്കെ, ഇത് സാറോട് തെറ്റിപ്പോയാന്ന് തോന്നുന്നത്, 48 ആണ്. ഓക്കെ, ആ കാര്യം കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇതിൻ്റെ ഇനി രണ്ടാമത്തെ ഇയാളുടെ വാല്യൂ എങ്ങനെ നടത്താൻ? ആദ്യം ഇയാളുടെ മുകളിൽ 2/3 പവർ വരും അല്ലേ, 2/3. അപ്പം എന്താ 1 + 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 5/3. സോ ഇത് ഞാൻ LCM എടുക്കുന്ന ആൽഫ റേസ് ടു 5/3 പ്ലസ് ബീറ്റ റേസ് ടു 5/3 ഹോൾ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് നമുക്ക് വരും. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 1+ ഇതല്ല വരാൻ, ഇവിടെ ആൽഫൻ്റെ മുകളിൽ 2/3, മുകളിൽ 1/3 ഉണ്ട്. സോ 2/3 + 1/3 ദാറ്റ് ഈസ് 1 ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ ഡിവൈഡ് ബൈ ആൽഫ ബീറ്റയുടെ മുകളിൽ 1/3 വരും. ആൽഫ ബീറ്റൻ്റെ വാല്യൂ ഞാൻ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് 4, റൈറ്റ്? ഇറ്റ്സ് 4 ഡിവൈഡഡ് ബൈ 8 ആണ് ആൽഫ ബീറ്റ. സോ ദാറ്റ്സ് -3 ഐ ഗെസ്, സോറി -2. 8ൻ്റെ 1/2 അപ്പോൾ -2 ദാറ്റ് ഈസ് -2 ആണ് ഉത്തരം. എനിവേസ് അതായി. ഇനി അടുത്ത നമുക്ക് നോക്കാം, ഏതാണ് നോക്കാനുള്ളത്? അടുത്തത് തേർഡ് വൺ നോക്കാം. തേർഡ് വണ്ണിൽ അപ്പോൾ നമ്മളായിരിക്കും ഇങ്ങനെ LCM എടുത്ത് ചെയ്ത്, പക്ഷേ അത് നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് ആൽഫ പ്ലസ് ബീറ്റ എന്ന രീതിയിൽ ആൽഫ ബീറ്റ എന്ന രീതിയിൽ ആക്കാൻ കുറച്ച് മുഷ്കിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനിയുള്ള മെത്തേഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷൻസ്, ഇതിൻ്റെ റൂട്ട്സ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ആൽഫ സ്ക്വയർ മൈനസ് 4 ആൽഫ -8 എന്ന് പറഞ്ഞാൽ 0 എന്ന് പറയാം. കറക്റ്റാണ്. ഇവിടെ നമുക്ക് ആൽഫ -4 എന്ന സാധനം കാണുന്നുണ്ട്, ആൽഫ -4. അപ്പോൾ ഞാനൊരു ആൽഫ കോമൺ എടുക്കും. ആൽഫ -4 ഇട്ടു, -8 = 0. അങ്ങനെ എനിക്ക് കിട്ടും ആൽഫ -4 അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8/α ആണ്. സോ ഇതിൻ്റെ വാല്യൂ 8/α ആണ്. സബ്സിക്വൻ്റ്ലി ബീറ്റ -4ൻ്റെ വാല്യൂ 8/β ആയിരിക്കും. കാരണം നിങ്ങളൊന്ന് ഇക്വേഷൻ ഇത് ബീറ്റ സ്ക്വയർ -4 ബീറ്റ. സോ എനിക്ക് വരാൻ പറ്റും 1/8/α ഒരു ഹോൾ സ്ക്വയർ ആണ് അല്ലേ. സോ ആൽഫ സ്ക്വയർ ബൈ 64 വരും. ഓക്കെ, പ്ലസ് അതേപോലെ തന്നെ എന്തായിരിക്കും ബീറ്റ സ്ക്വയർ ബൈ 64 കിട്ടും. അങ്ങനെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ബൈ 64. ആൽഫ പ്ലസ് ഇതിൻ്റെ വാല്യൂ ഞാൻ 48 ആണ് കണ്ടെത്തി. എത്രയാണ് നടത്തിയത്? ഇതിൻ്റെ വാല്യൂ ആക്ച്വലി 48 തന്നെ, എന്നോട് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. ഇതിന് 32. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും 48 അല്ല, 32 ഡിവൈഡ് ബൈ 64 അതാണ് വാല്യൂ. ഓക്കെ, അടുത്ത നമുക്ക് ഈ 4ഉം ഇതും കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ഇതും നോക്കി നോക്കാം. ഇതിലെങ്ങനെയാണ്? ഇതും സെയിം പരിപാടി തന്നെയാണ്. ഇവിടെ ആൽഫ സ്ക്വയർ -8 എന്നൊക്കെ പറഞ്ഞ സാധനം കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ആൽഫ സ്ക്വയർ -8 എന്ന് പറഞ്ഞാൽ 4 ആൽഫയാണ്. സോ നമുക്ക് പറയാൻ പറ്റും ബീറ്റ ഡിവൈഡ് ബൈ 4 ആൽഫ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇത് ഇവിടെ നോക്കി നോക്ക്. ആൽഫ സ്ക്വയർ -8 ഇതാ ഇവിടെ ഉണ്ട്, ദാറ്റ് ഈസ് 4 ആൽഫ അങ്ങോട്ട് കൊണ്ടുപോയി. അതേപോലെ പ്ലസ് ആൽഫ ഡിവൈഡ് ബൈ 4 ബീറ്റ സബ്സിക്വൻ്റ്ലി ചെയ്ത് കളയാം. എന്താ ചെയ്യേണ്ടത്? ഇവിടുന്ന് സെയിം തന്നെ 4 ബീറ്റ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ. സോ 4 കോമൺ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 16 ആൽഫ ബീറ്റ. ഇവിടുന്നത് 4 ആവും, റൈറ്റ്? സോ ആൽഫ സ്ക്വയർ ദാറ്റ് ഈസ് 32 ഡിവൈഡ് ബൈ 4 ഇൻറ്റു ആൽഫ ബീറ്റ ദാറ്റ് ഈസ് -8 ഐ ഗെസ്. സോ 4 - 1 കിട്ടും, റൈറ്റ്?
ഇനി ബാക്കിയുള്ളത് കുറച്ച് എക്സ്റ്റേണൽ ഇക്വേഷൻസ് ആണ്. ആൽഫ റേസ് ടു 4 പ്ലസ് ബീറ്റ റേസ് ടു 4. നമുക്കൊരു കാര്യം അറിയാം, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ അറിയാം. അത് നമ്മളിപ്പോൾ എത്രയാണ് പറഞ്ഞത്, എത്രയോ 32. അപ്പോൾ അതിനെ ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആൽഫ റേസ് ടു 4 കിട്ടും, ആൽഫ റേസ് ടു 5 കിട്ടും, ഐ മീൻ ബീറ്റ റേസ് ടു 5 കിട്ടും. അപ്പോൾ ആ സാധനത്തിൻ്റെ വാല്യൂ ബീറ്റ റേസ് 5 അല്ല, ബീറ്റ റേസ് ടു 4 കിട്ടും. ഇതിൻ്റെ വാല്യൂ ആണ് ഇനി അടുത്ത കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കണ്ടെത്തണമെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഹോൾ സ്ക്വയർ അറിയാം. ഈ ഹോൾ സ്ക്വയറിനപ്പം എന്തൊക്കെയാണ് വരുന്നത്, -2ab എന്ന് വരും അല്ലേ. സോ -2 +2ab എന്ന് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി -2 ആൽഫ ബീറ്റ ഹോൾ സ്ക്വയർ വരും. ആൽഫ ബീറ്റേൻ്റെ വാല്യൂ എത്രയായിരുന്നു മറന്നുപോയി, അത് 8 ആണ്, -8 ആണ്. -8 ഹോൾ സ്ക്വയർ അത് 64, 64ഉം 2ഉം ഇവിടെ 128 വരും. പിന്നെ ഇതിൻ്റെ വാല്യൂ, അതിൻ്റെ വാല്യൂ നമ്മൾ എക്സ് എന്ന് വിളിക്കാം. ഇതിൻ്റെ വാല്യൂ 32ൻ്റെ ഹോൾ സ്ക്വയർ. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് 32ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 128, അതാണ് ഈ പറഞ്ഞ സാധനത്തിൻ്റെ വാല്യൂ. അത് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്നുള്ള പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കി വെക്കണം. ഇക്വേഷൻസ് അങ്ങനെ തന്നെ പഠിക്കുക. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് എന്നാൽ ആൽഫ പ്ലസ് ബി ഇൻറ്റു ആൽഫ പ്ലസ്. ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അത് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് ആൽഫ ബി എന്നാണ് കേട്ടോ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ എങ്ങനെ കണ്ടെത്തുന്നത്, നമുക്ക് എല്ലാം ആൽഫ പ്ലസ് ബീറ്റ എന്ന ഫോർമാറ്റ് വരും. കാരണം നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി റൂട്ട്സും അതേപോലെ പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ്. അപ്പോൾ ആ ഒരു റൂട്ട്സിൻ്റെ ഫോർമാറ്റിലേക്ക് എങ്ങനെയെങ്കിലും ആ രണ്ട് വാല്യൂസിലേക്ക് എത്തിക്കാൻ നോക്കണം, ഓരോ ഫംഗ്ഷൻസിനും അങ്ങനെ എത്തിക്കാൻ പറ്റണം. സോ അതാണ് ഇവിടുന്ന് ആൽഫ സ്ക്വയർ നമ്മളിങ്ങനെ ഒരു ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ, അതിനകത്ത് മൈനസ് എന്ത് ചെയ്യും, -2 ബീറ്റ ചെയ്യും. അങ്ങനെ ഇവിടെ ഒരു എക്സ്റ്റേണൽ മൈനസ് ആൽഫ ബീറ്റ ഉണ്ട്, അതും കൂടി 3 ആൽഫ ബീറ്റ വരും. അങ്ങനെ ഈ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ സിമിലർലി ചെയ്ത് നോക്കി മനസ്സിലാവും. ആൽഫ റേസ് ടു 4 ആണ് ഞാൻ ഇപ്പം പറഞ്ഞ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ആൽഫ റേസ് ടു 5 ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കണം, അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല സാർ, അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഡിഫറൻസ് ഓഫ് ദി റൂട്ട്സിനെ പറ്റി നമ്മളിത്ര നേരം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലുള്ള റൂട്ട്സിൻ്റെ സമ്മ് മാത്രം കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാക്കുക, നമുക്ക് അത് ഇൻഫോർമേഷൻ ഉള്ളൂ. അപ്പോൾ ഡിഫറൻസ് ഓഫ് ദി റൂട്ട്സ്, ഒന്നാമത്തെ കാര്യം നമുക്ക് സം ഓഫ് ദി റൂട്ട്സിൻ്റെ അറിയാം. ഡിഫറൻസ് ഓഫ് ദി റൂട്ട്സിലാണെങ്കിൽ ഞാൻ പറയും ഇതിൻ്റെ ഹോൾ സ്ക്വയർ, നമുക്ക് ആ ഡിഫറൻസ് ഓഫ് ദി റൂട്ട്സ് കിട്ടണമെങ്കിൽ സം ഓഫ് ദി റൂട്ട്സ് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ആൽഫ മൈനസ് ബീറ്റ അതിൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്താ വരാം, എക്സ്ട്രാ 2ab വരാം, റൈറ്റ്. അപ്പോൾ 2ab ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എന്താ വരാം, -2ab ആയിരിക്കും വരാം. ab മീൻസ് ആൽഫ ബീറ്റ വരാം. അപ്പോൾ എനിക്കെല്ലാം കൂടി ഒരു +2b വരാം. അപ്പോൾ ഞാൻ ഇവിടെ +4 ആൽഫ ബീറ്റ എന്ന് ആഡ് ചെയ്യും. കറക്റ്റ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാവും ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -4 ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ. ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ ആണ് വേണ്ടത്. ഇനി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a ഹോൾ സ്ക്വയർ -4 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് c/a. ഇവിടെ നിന്ന് ഞാൻ പറയും b സ്ക്വയർ -a സ്ക്വയർ -4c/a. ഒരു a മോളും തരും മൾട്ടിപ്പിൾ, a സ്ക്വയർ a വരും. അപ്പോൾ നമുക്ക് കിട്ടും b സ്ക്വയർ -4ac/a സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ. ഇനി അപ്പോൾ നിങ്ങൾ പറയും ഓക്കെ ശരി, ആൽഫ മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് അല്ലെങ്കിൽ +or- b സ്ക്വയർ -4ac/a സ്ക്വയർ എന്ന രീതിയിലൊക്കെ പറയും. അത് തെറ്റാണ്, അല്ലെ √d/mod എന്നൊക്കെ പറയുന്നത്, അതൊക്കെ മണ്ടത്തരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഭവം, ഈ പറഞ്ഞ സാധനം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യാൻ, അത് നമ്മുടെ ഇമാജിനറി റൂട്ട്സ് അല്ലാണ്ട് റിയൽ റൂട്ട്സ് ആണെങ്കിൽ മാത്രം. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് റിയൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഈ ഒരു സാധനം ഉപയോഗിക്കാൻ പാടുള്ളൂ. ആക്ച്വലി ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്ക് ആകെ പാടുള്ളൂ ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു d/a സ്ക്വയർ എന്നുള്ള കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആൽഫ മൈനസ് ബീറ്റ ഇവിടെ കംപ്ലീറ്റ് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് വരും. കാരണം വെച്ചാൽ നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഇമാജിൻ റൂട്ട് ഉണ്ട്. ആ ഇമാജിൻ റൂട്ടിൽ നിങ്ങളൊന്ന് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നേരം മനസ്സിലാവും, പണി ശരിക്കും പാടും. കാരണം വെച്ചാൽ നമുക്ക് ആക്ച്വലി ആ ഒരു വാല്യൂ വരുന്നില്ല. ഇവിടുന്ന് ആൽഫ മൈനസ് ബീറ്റയുടെ മോഡ് എടുക്കാം. ആൽഫ മൈനസ് ബീറ്റയുടെ മോഡ് √3 അയോട്ടൻ്റെ മോഡ് ദാറ്റ് ഈസ് √3. ഓക്കെ, അത് √d/a ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടുന്ന് √d/a മോഡ് ചെയ്ത് നോക്കാം. രണ്ടും വേറെ വേറെ വാല്യൂസ് വരുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു വരുന്നുണ്ട് എവിടെ, ഇമാജിനറി റൂട്ട്സ്. പക്ഷേ റിയൽ റൂട്ട്സിൽ മേ ബി √d/a ആ മോഡേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആകെ ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ച് വെച്ചാൽ മതി. ആൽഫ മൈനസ് ബീറ്റയുടെ വാല്യൂ നമുക്ക് അറിയില്ല, പക്ഷേ ആൽഫ മൈനസ് ബീറ്റ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ നല്ല കാര്യം. JAdvanced 2016 ചോദിച്ച ചോദ്യമാണ് ഇതിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഇതിൻ്റെ റൂട്ട്സ് ആണ് x1 x2 വിച്ച് ഓഫ് ദി വാല്യൂസ്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവൻ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. അവന് സ്ക്വയർ, കാരണം മോഡ് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സെയിം സാധനമാണ് സ്ക്വയർ. സോ x - x2 ഹോൾ സ്ക്വയർ <1. ഇനി ഇയാൾ എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ. റൂട്ട്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ, റൂട്ട്സിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് d/a സ്ക്വയർ ദാറ്റ് ഈസ് <a. ഓക്കെ,
പിന്നെ എന്താണ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിമിനൻ്റ്. ഇവിടെയുള്ള ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1 മൈനസ് 4 ഇൻറ്റു ആൽഫ സ്ക്വയർ ബൈ ആൽഫ എന്ന് പറഞ്ഞാൽ എ തന്നെയല്ലേ, സോ എ സ്ക്വയർ ഇവിടെ എ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1, അങ്ങനെ 1 മൈനസ് 4 ആൽഫ സ്ക്വയർ ലെസ് ദാൻ ആൽഫ സ്ക്വയർ. ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം വെച്ചാൽ ഇത് സ്ക്വയർ ആയതുകൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. അതേപോലെ ആൽഫ സ്ക്വയർ പ്ലസ് 4 ആൽഫ സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. 5 ആൽഫ സ്ക്വയർ മൈനസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ എന്താ കിട്ടുക, √5 ആൽഫ പ്ലസ് 1 √5 ആൽഫ മൈനസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നമുക്ക് റൂട്ട്സ് കിട്ടും. ആ റൂട്ട്സിൻ്റെ വാല്യൂലുള്ള ഏരിയയിലാണോ ആ ഏരിയയിലുള്ള വാല്യൂസ് മാത്രം ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സാധനം നമ്മൾ പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെയോ തന്നിട്ടുണ്ട്, ഇതിൻ്റെ റൂട്ട്സ് തന്നിട്ടുണ്ട്, രണ്ടിൻ്റെ റൂട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആൽഫ ബീറ്റ ഇതിൻ്റെ റൂട്ട്സ്, പിന്നെ ആൽഫ പ്ലസ് 8. ഒരു കാര്യം മനസ്സിലായി, ആൽഫ മൈനസ് ബീറ്റ. ഓക്കെ, അതാണ് ഇതിൻ്റെ റൂട്ട്സിൻ്റെ സബ്ട്രാക്ഷൻ. ഇനി ഇതിൻ്റെ റൂട്ട്സിൻ്റെ സബ്ട്രാക്ഷൻ നോക്കി നോക്കുക. ആൽഫ പ്ലസ് എന്തോ ഡെൽറ്റ മൈനസ് ബീറ്റ പ്ലസ് മൈനസ് ഗാമ, ഇത് പോയി. അപ്പോൾ ആൽഫ മൈനസ് ബീറ്റ ആണ് ഇതിൻ്റെയും റൂട്ട്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ രണ്ട് സൈഡിലെ റൂട്ട്സിൻ്റെ ഡിഫറൻസ് സെയിം ആണെന്നറിയാം. രണ്ട് സൈഡിലെ റൂട്ട്സിൻ്റെ ഡിഫറൻസ് സെയിം ആണ്, റൂട്ട്സിൻ്റെ ഡിഫറൻസ് സ്ക്വയറും സെയിം ആണ് സ്വാഭാവികമായിട്ടും. പക്ഷേ രണ്ട് സൈഡിലെ റൂട്ട്സിൻ്റെ ഡിഫറൻസ് സ്ക്വയർ സെയിം ആണ്. ദാറ്റ് മീൻസ് ഡി ബൈ എ ഇതിൻ്റെ ദാറ്റ് ഈസ് ഈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ എ സ്ക്വയർ ഇതിൻ്റെ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ ഡി ബൈ എ ഹോൾ സ്ക്വയർ, ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ ഡി കണ്ടെത്താം, ഈ ഫംഗ്ഷൻ്റെ എ സ്ക്വയർ ആക്കാം, ഈ ഫംഗ്ഷൻ്റെ ഡി കണ്ടെത്താം, ഈ ഫംഗ്ഷൻ്റെ എ സ്ക്വയർ ഇക്വേറ്റ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഉത്തരം കിട്ടും. വളരെ സിമ്പിൾ. ഉത്തരം കിട്ടും മീൻസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഇനി ഇക്വേഷൻസ് നിന്ന് റൂട്ട്സ് നമുക്ക് കണ്ടെത്താൻ അറിയാം. പക്ഷേ റൂട്ട്സ് നിന്ന് ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മുടെ കയ്യിൽ റൂട്ട്സ് തന്നു വിചാരിച്ചോ, എത്രയോ നമ്മൾ പറയും എക്സ് സ്ക്വയർ മൈനസ് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഉണ്ടല്ലോ, അതിനുള്ള സാധനം എന്തായിരിക്കണം, അത് സം ഓഫ് ദി റൂട്ട്സ് ആയിരിക്കണം. ഓക്കെ, ആ സം ഓഫ് ദി റൂട്ട്സ്, കാരണം സം ഓഫ് ദി റൂട്ട്സ് ഇതാണെങ്കിൽ എന്താ ഇപ്പോൾ വൈ എന്ന് പറഞ്ഞ സാധനം സം ഓഫ് ദി റൂട്ട്സ് വെച്ചോ, അപ്പോൾ നമ്മൾ പറയും മൈനസ് ബി ബൈ എ. അപ്പോൾ ആക്ച്വൽ സം ഓഫ് ദി റൂട്ട്സ് നിന്ന് സം ഓഫ് ദി റൂട്ട്സ് വൈ ആണ് നോക്കുക വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെയോ സാധനം ഇനി എന്തെങ്കിലും ഉണ്ട്, ഞാൻ പറയും ഓക്കെ സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എ. മീൻസ് ഇവിടെ എക്സും ഉണ്ട് കേട്ടോ. അപ്പോൾ എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടാണ് ഞാൻ വൈ കൊടുത്തത്. അപ്പം മൈനസ് ബി ബൈ എ, സോ വൈ ബൈ 1, അപ്പോൾ വൈ കിട്ടി, സം ഓഫ് ദി റൂട്ട്സ് കിട്ടി. സോ ഓക്കെ, ആ ഒരു പൊസിഷൻ നമ്മൾ സം ഓഫ് ദി റൂട്ട്സ് കൊടുക്കണം. പോരായിട്ട് ഈ പൊസിഷനിൽ ഇവിടെ എന്താ കോൺസ്റ്റൻറ്റ് ഉണ്ടാവുക, ആ പൊസിഷൻ എന്ത് കൊടുക്കണം, പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് കൊടുക്കണം. കാരണം പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോഡക്റ്റ് പി എന്ന് വിളിച്ചത്, ഇതിനെ പി എന്ന് വിളിക്കുക. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ഈക്വേഷൻ പി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പി ബൈ എ 1 കണ്ട പ്രൊഡക്റ്റ് കിട്ടി. കാരണം ആ ഒരു നമുക്ക് കിട്ടിയ റൂട്ട്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ഇക്വേഷനിലേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വഴി നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ലല്ലു എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഉണ്ട്, നമ്മുടെ കല്ലു എന്താണ് ആ ക്വാഡ്രാറ്റിക്കിലുള്ള സി കണ്ടത് തെറ്റിപ്പോയി, സി അറിയാണ്ട് തെറ്റിപ്പോയി. അങ്ങനെ കല്ലുക്ക് എന്താ കിട്ടിയത് റൂട്ട്സ്, സി തെറ്റിച്ചിട്ട് 8ഉം 2ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കല്ലു സി തെറ്റിയെന്നാളൂ, ബി കറക്റ്റാണ്. ദാറ്റ് മീൻസ് കല്ലുയുടെ റൂട്ട്സിൻ്റെ മൈനസ് ബി ബൈ എ, കാരണം ബിയും എയും കറക്റ്റാണ്. ദാറ്റ് മീൻസ് കല്ലുയുടെ റൂട്ട്സിൻ്റെ അഡീഷൻ ദാറ്റ് ഈസ് 8 + 2 10, അതെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ഞാൻ പറയും ഇത് എന്തോ ക്വാഡ്രാറ്റിക് എക്സ് സ്ക്വയർ എന്തായാലും ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ 1 അസ്യൂം ചെയ്യുന്നത്, കാരണം വെച്ചാൽ ഇവിടെ 1 അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കണ്ടെത്തൽ ഇടങ്ങാറ്. കാരണം മൈനസ് ബി ബൈ ഇവിടെ എന്തൊക്കെയോ സാധനം, അപ്പോൾ 2-3 വേരിയബിൾസ് ആവും, അപ്പം ചിന്തിക്കൽ ഇടങ്ങാറ്. അപ്പോൾ ഞാൻ ഇവിടെ 1 ആയിട്ട് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി വെച്ചാൽ ഇവൻ്റെ റൂട്ട്സിൻ്റെ സമ്മ് നമുക്ക് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ റൂട്ട്സിൻ്റെ സമ്മാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് നമുക്കറിയാം, റൂട്ട്സിൻ്റെ സമ്മാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം വെച്ചാൽ ഇയാൾ ബിയും എയും കറക്റ്റായിട്ട് നോക്കി കല്ലു, പക്ഷേ സി മാത്രം തെറ്റിപ്പോയി. ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് തെറ്റിപ്പോയി, റൂട്ട്സിന് പ്രൊഡക്റ്റ് തെറ്റാം. ഇനി ലല്ലു ആണെങ്കിലോ, ലല്ലു ബി തെറ്റിച്ചു പോയി, അറിയാണ്ട് ബി തെറ്റിച്ചു പോയി, പക്ഷേ സി കറക്റ്റാണ്. അപ്പോൾ സി നോക്കിയത് കറക്റ്റാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അയാളുടെ റൂട്ട്സ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് അയാളുടെ റൂട്ട്സിൻ്റെ പ്രൊഡക്റ്റ് -11, അത് -11 തന്നെ. അപ്പോൾ -11 ഇങ്ങനെ വരും. ഇനി നോക്കി ആക്ച്വൽ ആയിട്ടുള്ള ഇയാളുടെ സമ്മ് കറക്റ്റാണ്, ഇയാളുടെ റൂട്ട്സ് കറക്റ്റാണ്. അപ്പോൾ സം ഓഫ് ദി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ 10 കറക്റ്റ് വരും. മൈനസ് ബി ബൈ എ ദാറ്റ് ഇസ് 10. ഇനി പ്രോഡക്റ്റ് ഓഫ് ദി റൂട്ട്സ് സി ബൈ എ -11 എഴുതുന്നുണ്ട്, കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, അല്ലാണ്ട് ഇവൻ്റെ പോലത്തെ വേറെ ഇക്വേഷൻ ഒന്നും അല്ല. ഇതാണ് ഏറ്റവും ആക്ച്വൽ ഇക്വേഷൻ. ഇതിൽ നിന്ന് എന്താണ് കറക്റ്റ് റൂട്ട് ഓഫ് ദി ഇക്വേഷൻ കണ്ടെത്താൻ വളരെ സിമ്പിൾ അല്ലേ, അത്രേ ഉള്ളൂ.